വെൽക്കം ടു ടെക്നിക്കൽ എജ്യൂസ് ഓൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത RRB ജെഇയുടെ ഒരു അനാലിസിസ് വീഡിയോ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ അത് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പം വീണ്ടും എന്ത് ചെയ്യാം, ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ അനാലിസുമായിട്ട് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ ഏകദേശം 2 ലക്ഷത്തോളം ഡാറ്റാസ് ആണ് ഇതിൽ അനലൈസ് ചെയ്തേക്കുന്നത്. നമ്മളിപ്പോൾ മോൾ ഷിഫ്റ്റ് ആവറേജ് സ്കോർ വെച്ചിട്ട് നോക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ഓരോ സോൺ വൈസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു എക്സൽ ഷീറ്റ് വഴി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് അനാലിസിലേക്ക് നമുക്ക് പോവാം. അപ്പൊ നിങ്ങൾക്കറിയാം 23, 26, 27, 29, 30, 24 തീയതിയൊക്കെയാണ്. 26, 28 എല്ലാ ദിവസവും എക്സാം ഉണ്ടായിരുന്നു. 3 ഷിഫ്റ്റ് ആയിട്ടായിരുന്നു എക്സാം കണ്ടക്ട് ചെയ്തേക്കുന്നത്. അതിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ്, ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഷിഫ്റ്റ് ഏതാണ്, ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഷിഫ്റ്റ് ഏതാണെന്നൊക്കെ നമ്മളൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതിൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ 23 നടന്ന രാവിലത്തെ ഷിഫ്റ്റ് ആണ്. അപ്പോ അതിലാണ് 49.5 അതിൽ നമുക്ക് കിട്ടിയേക്കുന്ന ഏറ്റവും ലോവസ്റ്റ് മാർക്ക് വന്നേക്കുന്നത്. പിന്നത്തെ ടഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 29 സെക്കൻഡ് ഷിഫ്റ്റ് ആണ്, 50 കിട്ടിയേക്കുന്നത്. പിന്നത്തെ ടഫ് എന്ന് വെച്ചാൽ 23 തേർഡ് ഷിഫ്റ്റ് ആണ്, അതും 50 പോയിന്റ് സംതിങ് ആണ്. പിന്നെ 26 50, 30 സെക്കൻഡ് ഷിഫ്റ്റ് 50. പിന്നെ 27 സെക്കൻഡ് ഷിഫ്റ്റ് 51 മാർക്ക്. പിന്നെ 24 സെക്കൻഡ് ഷിഫ്റ്റ് 51. പിന്നെ 27 ഫസ്റ്റ് ഷിഫ്റ്റ് 51. പിന്നെ 30 ഫസ്റ്റ് ഷിഫ്റ്റ് 52. 20 തേർഡ് ഷിഫ്റ്റ് 52. 26 സെക്കൻഡ് ഷിഫ്റ്റ് 52. ഇതൊക്കെ റൈറ്റ് സൈഡിലുള്ളതാണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് കിട്ടിയേക്കുന്ന റെസ്പോൺസ്. ഇത് നമ്മൾ റാങ്ക് മിത്രയുടെ ഡാറ്റയാണ്, നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇത് നോക്കുമ്പോൾ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ 26 കേട്ടോ. 26 ഫസ്റ്റ് ഷിഫ്റ്റ് ആണ്, 56 മാർക്കാണ് ഒരു ആവറേജ് റോ മാർക്ക് കിട്ടിയേക്കുന്നത്. പിന്നെ 24 ലാസ്റ്റ് ഷിഫ്റ്റ്, 28 ലാസ്റ്റ്, 29 ഫസ്റ്റ്, പിന്നെ 28 ഫസ്റ്റ് എന്നുള്ള രീതിയിൽ. ഓക്കെ, പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ഷിഫ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. 28 സെക്കൻഡ്, അതേപോലെ 27 തേർഡ്, 24 ഫസ്റ്റ്, 30 തേർഡ്, 23 സെക്കൻഡ് എന്നൊക്കെ ഉള്ളത് നമുക്കൊരു മീഡിയം എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ. അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അതിലിപ്പോ നോക്കുകയാണെങ്കിൽ അഹമ്മദ് ഏറ്റവും കൂടുതൽ നമുക്ക് റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഈ അടുത്തുള്ള നമ്മുടെ സ്റ്റേറ്റ്സിലുള്ളതായിരിക്കും കൂടുതൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അതായത് ബാംഗ്ലൂര്, ട്രിവാൻഡ്രം, ചെന്നൈ സോണിലായിരിക്കും കൂടുതൽ ആൾക്കാരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് മാത്രം നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ബാംഗ്ലൂർ സോൺ എടുക്കുന്നുണ്ടെങ്കിൽ 1625 ടോട്ടൽ റെസ്പോൺസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത്. അതിൽ 90 മേലെ മാർക്ക് ഒരാൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 85-നും 90-നും ഇടയ്ക്ക് 13 പേർക്ക് കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ 85-ന് മേലെ 14 ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. അത് 90-നും കൂടി ആഡ് ഓൺ ആയിട്ടാണ് അവിടെ വന്നേക്കുന്നത്. പിന്നെ 80-ന് മേലെ 41 പേർക്ക്, 75-ന് മേലെ 96 പേർക്ക്, മൊത്തത്തിലാണ് ഉദ്ദേശിക്കുന്നത്, ക്യുമുലേറ്റീവ് ആയിട്ടാണ് വരുന്നത്. 70-ന് മേലെ 161, 65-ന് മേലെ 284 എന്ന രീതിയിലൊക്കെയാണ് അവിടെ വന്നേക്കുന്നത്. അതേപോലെ പിന്നെ നമുക്ക് ചെന്നൈ നോക്കാം. ഇതിന്റെ ഒരു നമ്മൾ എക്സൽ ഷീറ്റും കൂടി ഉണ്ട്. എക്സൽ ഷീറ്റും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എക്സൽ ഷീറ്റിലും കൂടി അനാലിസിസ് നമ്മൾ പറയുന്നുണ്ടാവും. പിന്നെ 90-ന് മേലെ നോക്കുവാണെങ്കിൽ 25 പേർക്ക് ചെന്നൈയിൽ 90-ന് മേലെ മാർക്കുണ്ട്. 85-ന് മേലെ 255 പേർക്ക് മാർക്കുണ്ട്. 85-നും 90-നും ഇടയ്ക്ക് എത്ര 230 ആൾക്കാരുണ്ട് 85-നും 90-നും ഇടക്കായിട്ട് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോ ചെന്നൈയിൽ നമുക്ക് അത്യാവശ്യം റെസ്പോൺസ് ഉണ്ട്. 22,861 റെസ്പോൺസ് നമുക്ക് ചെന്നൈയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ചെന്നൈ സോണിൽ അപ്ലൈ ചെയ്ത് എടുക്കുന്നത് അത്രയും റെസ്പോൺസ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ 80-ന് മേലെ 998, 75-ന് മേലെ 2,434, 70-ന് മേലെ 4,429, 65-ന് മേലെ 6,734, 60-ന് മേലെ 9,105, 50-ന് മേലെ 13,191. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് എന്താ പറയുക, റാങ്ക് മിത്ര എന്ന് പറയുന്ന സൈറ്റ് അറിയാത്ത കുറെ പേരുണ്ട്. അപ്പൊ അത് അവിടെ ഒരു ഫാക്ടർ ആയിട്ട് വരുന്നുണ്ടോ ബേസിക്കലി. റാങ്ക് മിത്ര എന്ന് പറഞ്ഞ സൈറ്റിലൊക്കെ കയറിയിട്ടാണ് ഇത്രയും ആൾക്കാർ ഇതാക്കിയത്. അത് നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതൽ അവെയർ ആയിട്ടുള്ളത്. അവരാണ് എന്ത് ചെയ്യാ, കൂടുതൽ ഡാറ്റാസ് അവരുടെ ആ ഒരു സോണിലൊക്കെ കയറിയാൽ കൂടുതൽ ഡാറ്റാസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ടോ. സൗത്ത് ഇന്ത്യൻസ് എന്ത് ചെയ്യാ, അതിനെ പറ്റിയിട്ട് കൂടുതൽ അവെയർ അല്ല. നമ്മളിപ്പോ നോക്കുകയാണെന്നുണ്ടെങ്കിലും സൗത്ത് ഇന്ത്യൻസ് ഒന്നും എന്ത് ചെയ്യാ, ഇതില് കൂടുതൽ അവെയർ ആയിട്ടില്ല. ഇനിയിപ്പോ നമുക്ക് ട്രിവാൻഡ്രം സോണിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നോക്കാം നമുക്ക്. ഓക്കെ, തിരുവനന്തപുരം സോണിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 90 മേലെ രണ്ടാൾക്ക് ടോട്ടൽ റെസ്പോൺസ് കിട്ടിയിരുന്ന 1934 റെസ്പോൺസ് മാത്രമേ നമുക്ക് അവിടെ കിട്ടിയിട്ടുള്ളൂ തിരുവനന്തപുരം സോണിൽ. അപ്പോ 90 മേലെ രണ്ടാൾക്ക്, 85-ന് മേലെ 21 ആൾക്ക്, 80-ന് മേലെ 75, 75-ന് മേലെ 174, 70-ന് മേലെ 335. അപ്പോ അതേപോലെ ഒരു 40-ന് മേലെ 1368, 30-ന് മേലെ 1588 പേരാണുള്ളത്. ഇപ്പൊ നമുക്ക് 20-ന് മേലൊക്കെ 1787 മാത്രമേ ഉള്ളൂ. അതായത് തിരുവനന്തപുരം സോണിൽ നമുക്ക് അപ്ലൈ ചെയ്ത ആൾക്കാരുടെ ഡീറ്റെയിൽസ് അധികം നമുക്ക് അവിടെ കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ അത് അവർ ഇതിനെ പറ്റിയിട്ട് അവയർ ആവാത്തതുകൊണ്ടാണ് മെയിൻലി. അതുപോലെ ട്രിവാൻഡ്രം സോണിലെ ആപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും.
കുറവായിട്ടായിരിക്കും ഉണ്ടാവുക. നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് എക്സൽ ഷീറ്റിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം പോയിട്ട് വരാം. അപ്പൊ ഇതിന്റെ എക്സൽ ഷീറ്റ് നോക്കുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ഡാറ്റാസ് അടങ്ങിയ ഒരു എക്സൽ ഷീറ്റ് ആണ് ഇത്. ഓക്കെ, കംപ്ലീറ്റ് സോൺ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യും, നമുക്ക് സോൺ വൈസ് നമുക്ക് ജസ്റ്റ് ഒരു ഫിൽറ്റർ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു ഫിൽറ്റർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നോക്കേണ്ടത് ബാംഗ്ലൂർ സോൺ നോക്കാം. അപ്പൊ ബാംഗ്ലൂർ സോണിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അതേ ഡാറ്റാസ് തന്നെയാണ് ഇവിടെ കിട്ടുന്നുണ്ടാവുക. പക്ഷെ ഇതിൽ ഇവരെന്താ അവിടെ റോ മാർക്കും നോർമലൈസറും കൂടി അവിടെ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, റോ മാർക്കും നോർമലൈസറും കൂടി ഇവിടെ നമ്മൾ ആഡ് ഓൺ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇതിലുള്ള ഈ നോർമലൈസ്ഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ അത്രക്ക് കറക്റ്റ് ആവണമെന്നില്ല. ഇത് അവരുടെ കിട്ടിയ ഡാറ്റാസ് അനുസരിച്ചിട്ട് അവരവിടെ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടാണ് അവർക്ക് അവിടെ കിട്ടുന്നത് ബേസിക്കലി. ഓക്കെ, അപ്പൊ ഇത് നമുക്കൊരു എക്സാക്റ്റ് ആണെന്ന് നമുക്ക് വരാണ്ട് പറ്റുന്നില്ല. അല്ല, അവർ ആ ഒരു ഷിഫ്റ്റ് നോക്കിയിട്ടാണ് ഈസിയസ്റ്റ് ആ ഒരു റോ മാർക്കിൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ അവിടെ എന്ത് ചെയ്തേക്കുന്നത്, നോർമലൈസ്ഡ് സ്കോർ എന്ന രീതിയിൽ അവരെ വിട്ടേക്കുന്നത്. ഇത് എക്സാക്റ്റ് ആവണം നമുക്ക് ഒരു നിർബന്ധമില്ല. കാരണം വെച്ചാൽ കുറെ സ്റ്റുഡൻസ് എഴുതിയിട്ടുണ്ടാവും, എല്ലാ ഡാറ്റാസ് ഒന്നും ഇവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും അവരെ കിട്ടിയ ഡാറ്റാസ് വെച്ചിട്ടാണ് അവരുടെ നോർമലൈസ്ഡ് സ്കോർ ഇവിടെ ആഡ് ആക്കിയേക്കുന്നത്. അതിലിപ്പോ നോർമലൈസ്ഡ് സ്കോർ പ്രകാരം 87 മാർക്ക് കിട്ടിയ ഒരാൾക്ക് നോർമലൈസ്ഡ് സ്കോർ വരെ 92 ഇത് ജെയുടെ ഒക്കെ കേസ് നോക്കുമ്പോൾ ജെയുടെ കേസിൽ അല്ലാതെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് ജെയുടെ ആണെങ്കിൽ നമുക്ക് പിന്നെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പം നോർമലൈസ്ഡ് 92 ഷിഫ്റ്റ് അനുസരിച്ച് മാറുന്നുണ്ടോ. ടഫസ്റ്റ് ഷിഫ്റ്റ് ഉള്ളവർക്ക് കുറച്ചധികം മാർക്ക് വരുന്നുണ്ട്. അപ്പൊ നോർമലൈസ്ഡ് എന്നുള്ള ഇതിൽ ഈ ഒരു ഇതിൽ വരുന്നത് എക്സാക്ട് ആയിട്ട് എങ്ങനെയാണ് ആ ഒരു ഇക്വേഷൻ പ്രകാരം തന്നെയാണോ എല്ലാവരും നമുക്ക് ഇതിലൊക്കെ ഇതുണ്ട്. എന്നാലും നമുക്ക് ഡാറ്റ കിട്ടിയോണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു നോർമലൈസ്ഡ് സ്കോർ പ്രകാരം നമുക്ക് ഒരു 60 മേലെ എത്ര പേരുണ്ടെന്നില്ല നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഓക്കെ, 60 മേലെ നോർമലൈസ്ഡ് സ്കോർ 60 മേലെ ഏകദേശം നമുക്ക് നോക്കുവാണെങ്കിൽ 60 നമുക്ക് 50 വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോവാം നോക്കാം. നമുക്ക് 60 മേലെ ഏകദേശം 437 പേരാണ് ഉള്ളത്. ഇനിയിപ്പോ നമുക്ക് ഒരു 50 മേലെ പോവാണെന്നുണ്ടെങ്കിലോ നമുക്ക് നോക്കാം. 50 മേലെ 683 പേരാണ് ബാംഗ്ലൂർ സോണിൽ 683 പേരാണ് 50 മേലുള്ളത്. അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇലക്ട്രീഷ്യൻ, ടേണർ, മെക്കാനിക്ക്, അതേപോലെ എല്ലാ ഇതിലുണ്ട്, ഫിറ്റർ അല്ലെങ്കിൽ വെൽഡർ ആ ഒരു രീതിയിൽ വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ PCM ഓൺലി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഓൺലി അവർക്ക് മാത്രം അപ്ലൈ വേണ്ടി പറ്റുന്ന ഒരു പോസ്റ്റ് ഇല്ലേ, അതും എന്തെയാ അതാണ് PCM ഓൺലി എന്നുള്ള രീതിയിൽ അവരവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, PCM ഓൺലി അതായത് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഒന്നോ രണ്ടോ പോസ്റ്റ്, ഒരു പോസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അത് മാത്രമാണ് എന്തെയാ നമ്മളെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നവരുണ്ട്. ബാക്കിയുള്ളതിന് എന്താ IT അവിടെ എന്താ കമ്പൽസറി ആണ് അല്ലെ. അപ്പോ അത് ആ ഒരു രീതിയിലാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഇനിയിപ്പോ നമുക്കിപ്പം ചെന്നൈ സോൺ നോക്കണമെങ്കിൽ ചെന്നൈ സോൺ നോക്കാം. നമ്മൾ 683 കേട്ടോ പറഞ്ഞേക്കുന്നത്. ചെന്നൈ സോണിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ചെന്നൈ സോണിൽ നോർമലൈസിൽ 96 വരുന്നത് കണ്ടോ. നോർമൽ അവിടെ കുറച്ചുകൂടി കോമ്പറ്റീഷൻ കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ നോർമലൈസിൽ നോക്കുമ്പോൾ തന്നെ ഒരു 60 മേലെയുള്ള നമുക്ക് നോക്കാം. നമുക്ക് ബാംഗ്ലൂർ ഒരു 800 സംതിങ് ആൾക്കാരെയാണ് നമ്മൾ ഡീറ്റെയിൽസ് ആണ് നമുക്ക് 60 മേലെ മാർക്കിന്റെ വരെ കിട്ടിയേക്കുന്നത് അല്ലേ. അപ്പൊ ഇതിൽ നോക്കുമ്പോൾ അതിനെക്കാട്ടും കൂടുതലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 60 മേലെ നോക്കുമ്പോൾ ചെന്നൈയിൽ കുറച്ചധികം ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് അപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്ത ആൾക്കാരുടെ, സോ ഐ മീൻ എക്സാം എഴുതിയിട്ട് ആ ഒരു ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത ആൾക്കാരുടെ എണ്ണം കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ചെന്നൈ സോണിൽ കിട്ടിയേക്കുന്നത്. അപ്പൊ ഇതിലിപ്പം കണ്ടില്ലേ 82 സംതിങ് പറയുന്നതിന് എത്രയുണ്ട്, ഇതേപോലെ ഉണ്ട്. ഇപ്പൊ RRB-GDSൽ ഏകദേശം ഇതേപോലെ തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. അതിന്റെ ഒരു വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം. ഓക്കെ, ഇതിപ്പം കുറെ ഉണ്ട്, നോക്കട്ടെ. നമുക്കൊരു 60 മേലെ ഏകദേശം ഓൾമോസ്റ്റ് എത്ര പേരുണ്ടെന്നില്ല വേണ്ടേ. ഇനി 80 റേഞ്ചിലുണ്ട് അത്ര. അപ്പൊ നമുക്കൊരു കൗണ്ട് കിട്ടാൻ വേണ്ടിട്ട് ഇപ്പൊ ഒരു 75 എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. 80 നോക്കാം എന്നുള്ളതേ ഉള്ളൂ. എന്നിരുന്നാലും കണ്ടില്ലേ 80 പറയുമ്പോൾ തന്നെ നമുക്ക് അത്ര 2000 സംതിങ് ആൾക്കാർ 80 തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോ നമുക്ക് വേക്കൻസീസ് അധികം ഉണ്ട്. വേക്കൻസി എത്രയാണെന്നില്ല എക്സാക്ട് അറിയാൻ മറന്നു പോയിട്ടുള്ളത്. ഓക്കെ, എനിവേ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കണ്ടില്ല നമുക്ക് ചെന്നൈയിൽ തന്നെ ആ ഒരു ഇതിലിപ്പം പ്രശ്നം എന്ന് വെച്ചാല് ചെറിയ ചെറിയ മാർക്കായാലും ചിലപ്പോൾ എന്താ കട്ട് ഓഫ് മാറിയുന്നുണ്ടാവും. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ അവരുടെ എക്സാംസ് ഒക്കെ എഴുതിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. ചെറിയ മാർക്കിനൊക്കെ ആയിരിക്കും എന്താ കട്ട് ഓഫ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുന്നുണ്ടാവുക. ഇപ്പൊ ഇതിലിപ്പോ 75 എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കണ്ടില്ല 75 മേലെ. ഇതിൽ നമുക്ക് വീണ്ടും ഒരു ഫിൽറ്ററും കൂടി വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇലക്ട്രീഷ്യൻ ഏതൊക്കെയാണ്, ഫിറ്റർ ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ അതിൽ PCM
എത്രയാണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി വേണമെങ്കിൽ ഒരു ഫിൽറ്റർ ഒക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഇത് അധികം ടൈം കൺസ്യൂമിംഗ് ആണ് ബേസിക്കലി ഇത്. കണ്ടില്ലേ ഇപ്പം സോറി നമ്മൾ 75 നമ്മൾ നിർത്താന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോ നോക്കുമ്പോൾ 74 തന്നെ ഏകദേശം 4000 സംതിങ് ആൾക്കാർ വന്നിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം വേക്കൻസി ഉള്ളതാണ്. എന്നിരുന്നാലും 74 വരെ അത്രയും പിള്ളേരെ നമുക്ക് അവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കിപ്പോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പോവുകയാണെങ്കിലോ, തിരുവനന്തപുരത്ത് നമുക്ക് കിട്ടിയേക്കുന്ന സ്കോർ പൊതുവെ കുറവാണല്ലോ. അപ്പോ ഇഷ്ടം നോക്കാം. ഒരു 60 മേലെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത്ര തിരുവനന്തപുരത്ത് നമുക്ക് കിട്ടിയ പൊതുവെ കിട്ടിയിരിക്കുന്ന റെസ്പോൺസ് നമുക്ക് അവിടെ കുറവാണ്. കാരണം വെച്ചാൽ ഏകദേശം 1000 സംതിങ് ആൾക്കാർ മാത്രമാണ് ഇത് വന്നേക്കുന്നത്. കണ്ടില്ലേ, ഇത് 60 മേലെ വരുന്നത് വെച്ചാൽ ഏകദേശം 879 പേരാണ് 60 പേരെ വന്നേക്കുന്നത്. അതിൽ മോസ്റ്റ്ലി എന്താ PCM ഓൺലി എന്നുള്ള ഒരു കാറ്റഗറിയിൽ പെടുന്നവരാണ് മോസ്റ്റ്ലി. ബാക്കി IT ഉള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കുറച്ച് എന്താ കുറവാണ്. PCM ഓൺലി ആണ് കൂടുതലായിട്ടും കാണുന്നത്. എനിക്ക് തോന്നുന്നത് അത് നമ്മളെ ഡിപ്ലോമ അല്ലെങ്കിൽ BTech കാരാണ് എന്ത് ചെയ്തേക്കുന്നത്, അപ്ലൈ ചെയ്തേക്കുന്നത്. ബാക്കി IT ക്വാളിഫിക്കേഷൻ ഉള്ളവരുടെ റെസ്പോൺസിബിലിറ്റി ബേസിക്കലി അവിടെ കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ചെറിയൊരു അനാലിസിസ് ആണ്. അപ്പോ നമുക്ക് എന്താ വേണ്ടത്, ഇതിന്റെ കൂടുതൽ അനാലിസിസ് വേണമെങ്കിൽ ഇതിലിപ്പോ നമ്മൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു നോർമലൈസ്ഡ് എന്ന് പറഞ്ഞാൽ അവർ അവരുടെ ഒരു രീതിയിൽ ചെയ്തതാണ്. പക്ഷെ ഇത് എത്രത്തോളം എന്താ പറയണ്ട, ഈ ഒരു നോർമലൈസ്ഡ് സ്കോർ തന്നെ ആവണമെന്നില്ല നമുക്ക് ഉറപ്പില്ല. ഓക്കെ, അങ്ങനെ പല ഫാക്ടേഴ്സിനും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ മതി. കൂടുതൽ അപ്ഡേറ്റ്സ് വരെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.